السلام عليكم. بسم الله، الحمد لله، اللهم صل على محمد وعلى آل محمد. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس، أوصيكم إياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي أنزل عليك الكتاب منه آيات محكمات هن أم الكتاب وأخر متشابهات. സ്നേഹാദരണ്യരായ ശബ്ദം സഹിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളെ നമ്മയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏകനും ആരാധനക്കർഹനും സർവനാമ ഗുണവിശേഷണങ്ങളുടെ ഉടമസ്ഥനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിലും സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഞാൻ എന്നോടൊന്നോണം നിങ്ങളെയും ബലവത്തായി ഉപദേശിക്കുന്നു. അങ്ങനെ സൂക്ഷിച്ച് ജീവിച്ച് നരകാഗ്നിയിൽ നിന്നും അകറ്റപ്പെട്ട് വിചാരം കൂടാതെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അതിനായി വിശുദ്ധ ഖുർആൻ അർത്ഥത്തോടു കൂടി വായിച്ചു പഠിക്കുക. അതിന് തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും പഠിച്ചറിയുക. അക്കാര്യം വളരെ നിർബന്ധമായ കാര്യമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ജീവിതത്തിൽ ഏകദേശം 13 വർഷക്കാലം വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചുകൊണ്ട് അവരെ മക്കയുണ്ടായിരുന്ന ജനങ്ങളെ ശുദ്ധീകരിക്കുകയായിരുന്നു. അഞ്ചോത്ത് നമസ്കാരം പോലും നിർബന്ധമാക്കുന്നത് 13-ാമത്തെ വർഷമാണ്. അതുവരെ ഒരു നിർബന്ധ കൽപ്പനകളുമില്ല. മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ വായിച്ചു പഠിക്കുക. അവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായിരുന്നു. നമുക്ക് നമ്മുടെ ഭാഷയിലില്ലാത്തതുകൊണ്ട് അതിനർത്ഥം മനസ്സിലാവുകയില്ല. അപ്പോൾ നമുക്ക് 2 കാര്യം നിർബന്ധമുണ്ട്. ഒന്ന്, എങ്ങനെയാണോ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്രകാരം ജീവിതത്തോട് മഖ്റജുകളോടുകൂടി വായിച്ചു പഠിക്കുക. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന അല്ലമഹു. നിങ്ങൾ ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവരാകുന്നു. അതിനായി വിശുദ്ധ റമദാനിന് നമ്മൾ അള്ളാഹുവിൻ്റെ ഭവനായ പള്ളിയിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മലക്കുകൾ നമ്മളെ ചുറ്റിപ്പൊതിയും. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടിയും നമുക്ക് മാഫിയത്തിനു വേണ്ടിയും മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സദസ്സിലാണ് നമ്മളുള്ളത്. അതേപോലെ തന്നെ സമുദ്രത്തിലുള്ള വെള്ളത്തിലുള്ള മത്സ്യങ്ങൾ കണക്കെ, മാളങ്ങളിൽ ഉറുമ്പുകൾ കണക്കെ നമുക്ക് മാഫിയത്തും റഹ്മത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഇത് ഹദീസുകൾ വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമല്ല, നമ്മളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള മലക്കുകളോട് അള്ളാഹു പ്രസ്താവിക്കപ്പെടും.
അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുവാൻ പറ്റിയ ഒരു സന്ദർഭമാണ് ഇത്. പള്ളിയിൽ വെച്ചിട്ട് ഖുർആൻ വായിച്ചു പഠിക്കുക അർത്ഥത്തോടു കൂടി, തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളും പഠിച്ചറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇനി ഊതിയത്തുൽ ഖുർആന മിസ്ലുമാഹു, എനിക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്, അത്ര വേറെയും. അത് വിശുദ്ധ ഖുർആൻ തഫ്സീറാണ്. അതല്ലാത്ത മറ്റു തഫ്സീറില്ല. മഹാന്മാർ അങ്ങനെ എഴുതി, ഇങ്ങനെ എഴുതി, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അതൊന്നും എന്തല്ല അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്നാണോ സ്വീകരിക്കാം, ഇല്ലേ മാറ്റി നിർത്തണം. ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമും മുസ്ലിമ, എല്ലാ ആണുപെണ്ണുങ്ങളുടെ മേലും ഇൽമ് പഠിക്കൽ നിർബന്ധമാവുന്നു. ഇൽമ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്തത്, മഹത്തായ ഇൽമുകൾ വഹി മുഖേന പഠിപ്പിച്ചു കൊടുത്തത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നഹ്ലിൽ അള്ളാഹു തആല പറയുകയുണ്ടായി, ഗൗരവത്തോടു കൂടി എന്ത് ചെയ്യണം, അക്കാര്യം നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസ്, ആരോടാ പറയേണ്ടത്? അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. വഅൻസൽനാ, നാം അവതരിപ്പിക്കുകയും ചെയ്തു, ഇലൈക താങ്കളിലേക്ക്, പ്രവാചകരെ താങ്കളിലേക്ക്, ദിക്റ, ഈ ദിക്റിനെ, ഈ പരിശുദ്ധ ഖുർആനെ, ഈ ഉത്ബോധനത്തെ എന്തിനു വേണ്ടി? ഈ തുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് വിശദീകരിക്കുവാൻ വേണ്ടി. അപ്പം ജനങ്ങൾക്ക് ഖുർആൻ വിശദീകരിച്ചു കൊടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാധ്യതയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വഹി മുഖേന അറിയിച്ചു കൊടുക്കും. അതേപോലെ തന്നെ ഈ വിശുദ്ധ ഖുർആൻ മുഖേന ഇങ്ങനെയാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്നും അള്ളാഹു തആല എന്ത് ചെയ്യുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതനുസരിച്ച് മാതൃകളായി ജീവിച്ച് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. നമ്മുടെ സഹാബിമാർ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം വിശുദ്ധ ഖുർആൻ്റെ അവതരണത്തെ പറ്റി പറയണം, വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അൻസൽനാ ഇലൈക ദിക്റ, നിശ്ചയമായും ഈ ദിക്റിനെ, ഈ ഉത്ബോധനത്തെ, പരിശുദ്ധ ഖുർആനെ താങ്കൾക്ക് നാം അവതരിപ്പിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാ? ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? സഹാബിമാർക്ക് വിശദീകരിച്ചു കൊടുത്തു. മാ നുസിലൈഹിം, അവർക്ക് അവതരിപ്പിച്ചത് ജനങ്ങൾക്കാണ്, മനുഷ്യർക്കാണ്. ഇവിടെ എന്തല്ല, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ സമുദായക്കാരും പെട്ടു. ആ കാലഘട്ടത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന പകരം ജിന്നുകളെ ആരാധിച്ചിരുന്നവർ, മലക്കുകളെ ആരാധിച്ചിരുന്നവർ, ബിംബങ്ങളെ ആരാധിച്ചിരുന്നവർ ഒക്കെ ഉണ്ടായിരുന്നു. വേദഗ്രന്ഥം നൽകപ്പെട്ടവരുണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? അവർ വേദഗ്രന്ഥത്തിൽ മാറ്റത്തിരുത്തുകൾ വരുത്തി. അള്ളാഹു അവരോട് കോപിച്ചു, പല കാലവും വെട്ടിച്ചുരുക്കി, പല കാലവും കൂട്ടിച്ചേർത്തു. അങ്ങനെ വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടവർക്കും അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന 360ഓളം ബിംബങ്ങൾ വെച്ചുകൊണ്ട് മക്കയിൽ അവിടെ ഉണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ ബിംബങ്ങൾ ആരാധിച്ചിരുന്നു. ഈ ബിംബങ്ങളൊക്കെ തന്നെ മഹാന്മാരുടേതായിരുന്നു. കൂട്ടത്തിൽ ഒദ്, നസ്രി, ഔസ് പോലെയുള്ള മഹാന്മാർ, നൂഹ് നബി ഇസ്ലാമിൻ്റെ കാലത്തുണ്ടായിരുന്ന ഔലിയാക്കന്മാർ, അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവർ ബിംബങ്ങൾ കാലാന്തരമായി വെച്ചു പോന്നു. അതേപോലെ ഇബ്രാഹിം നബി ഇസ്ലാമിൻ്റെയും ഇസ്മായിൽ നബി ഇസ്ലാമിൻ്റെയും ബിംബങ്ങളും ഉണ്ടായിരുന്നു. മക്ക ഫതഹിൻ്റെ അന്ന് എല്ലാ ബിംബങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വലിച്ചിട്ട്. അപ്പം എന്തിനായിരുന്നു ബിംബങ്ങൾ വെച്ചിട്ടുള്ളത്? ബിംബങ്ങൾ കല്ലുകൾ കൊണ്ട് കൊത്തിയുണ്ടാക്കിയിട്ടുള്ളത്, പ്രതിമകളാണല്ലോ. ആ കല്ലിനെയാണോ അവർ ആരാധിച്ചിരുന്നത്? അല്ല, ആ ബിംബങ്ങളെ. ഈസാ നബി ഇസ്ലാമിൻ്റെ ബിംബം വെച്ചാൽ ഈസാ നബി ഇസ്ലാമിനോടാണ്, മറിയം ബീവിൻ്റെ ബിംബം വെച്ചാൽ മറിയം ബീവിനോടാണ്. ഏത് ഔലിയാക്കന്മാരുടെ ബിംബമാണ് വെച്ചിട്ടുള്ളത്? ഇബ്രാഹിം നബി ഇസ്ലാമിൻ്റെ ബിംബം വെച്ചാൽ ഇബ്രാഹിം നബി ഇസ്ലാമിനെ മനസ്സ് കാണുന്നുണ്ട്. അതിന് മനസ്സ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന ആളോടാണ് പ്രാർത്ഥിക്കുന്നത്, ഇന്ന ആളോടാണ് സഹായം ചോദിക്കുന്നത്, ഇന്ന ആണ് ഞാൻ ശുപാർശക്കാരാക്കി വെക്കുന്നത്. അതിനുവേണ്ടിയായിരുന്നു അവരങ്ങനെ ചെയ്തിരുന്നത്. അതെന്താകുന്നു? അത് തെറ്റാകുന്നു, ആരാധനകളാകുന്നു. വൈബിയ നിലക്കുള്ള സാഹിബ്യർത്ഥന, മറഞ്ഞ നിലക്കുള്ള സാഹിബ്യർത്ഥന, അദൃശ്യമായ സാഹിബ്യർത്ഥന,
അത് ആരാധനയാകുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉണ്ടായി, ദുആ ഇബാദ, ദുആ അത് ആരാധനയാകുന്നു. ആരാധനക്കാരൻ അള്ളാഹു ആകുന്നു. അള്ളാഹുവിനോട് ആരാധിക്കുക, അതാണ് തൗഹീദ്. അള്ളാഹുവിന് മാത്രം ആരാധിക്കുക. അവർ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു. അള്ളാഹു റബ്ബാണ്, ഖാലിഖാണ്, ആകാശലോകങ്ങൾ സൃഷ്ടിച്ചവനാണ്, നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. മനുഷ്യരെ സൃഷ്ടിച്ചവരാണ്, നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, മഴ വർഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. എല്ലാം ധാരാളം വിശ്വാസങ്ങൾ അവർക്കുണ്ടായിരുന്നതായി ഖുർആൻ പറയുന്നു. അങ്ങനെ അള്ളാഹുവിനോട് എന്ത് ചെയ്യുന്നു? ആരാധിച്ചിരുന്നു. കപ്പൽ കയറുന്ന സന്ദർഭത്തിൽ, കപ്പൽ ആടിക്കളിക്കുന്ന സന്ദർഭത്തിൽ കപ്പിത്താൻ അവരോട് പറയും, ഇനി മറ്റുള്ള ദൈവങ്ങളോട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്, അള്ളാഹുവിനോടായിരിക്കും പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ ആടി കളിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റിലും കോളിലും ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന മുങ്ങാറായ കപ്പലുകളിൽ നിന്ന് അള്ളാഹു എന്ത് ചെയ്യുന്നു? അവർ പ്രാർത്ഥന സ്വീകരിച്ച് രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ കരക്കെത്തിയാലോ വീണ്ടും അവരതാ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോടും ഇസ്മായിൽ നബി ഇസ്ലാമിനോടും പ്രാർത്ഥിക്കുന്നു. അവർ ശുപാർശക്കാരി വെക്കുന്നു, അവരോട് സങ്കടം പറയുന്നു. അക്കാര്യമാണ് അള്ളാഹു തആല എടുത്തു വെച്ചിരിക്കുന്നത്. ഫഅബ്ദു മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാ ശുഫാഅനാ ഇൻദല്ലാഹ്. അള്ളാഹുവിന് പുറമെ വേറെ ഗുണമോ ദോഷമോ ഇല്ല. അവൾ പ്രാർത്ഥന കൊണ്ട് അവർക്ക് ഇഹ്ലോകത്തുനിന്നോ പരലോകത്തുനിന്നോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. എന്നാൽ അവർക്ക് ഇഹ്ലോകത്തുനിന്നോ പരലോകത്തുനിന്നോ ഗുണമോ ദോഷവുമില്ലാത്ത പ്രാർത്ഥന എന്തിനാണ് നടത്തുന്നത്? യഖൂലൂന, അവർ പറയുന്നു, ഹൗലാ ശുഫാഅനാ ഇൻദല്ലാഹ്, കുറക്കട്ട് തന്നെ ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശക്കാരാകുന്നു. മാത്രമല്ല മറ്റൊരിടത്ത് പറഞ്ഞത്, മാ നഅബുദുഹും, ഞങ്ങൾ ആരാധിക്കുന്നില്ല ഇല്ലാ ലിയഖ്റബൂനാ സുൽഫ, അള്ളാഹുവിലേക്ക് ഒരു അടുപ്പം അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ. ഇസ്മായിൽ നബി അലൈഹി സ്വലാം മുഖേന ഇബ്രാഹിം അലൈഹി സ്വലാം മുഖേന ഇടയാളമാക്കി പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാവുന്നു. അവരെന്ത് ചെയ്യുന്നു? പരലോകത്ത് വിശ്വസിക്കുന്നില്ല. അപ്പം ഇഹലോകത്ത് വെച്ച് എന്ത് വേണം? അവർക്ക് ദുരിതങ്ങൾ രക്ഷമാണ്, ഗുണങ്ങൾ കിട്ടണം. അപ്പം അതിനു വേണ്ടി അള്ളാഹുഴിയുള്ള ഔലിയാക്കന്മാരെ അവരെന്ത് ചെയ്യുന്നു? ശുപാർശക്കാരായി സ്വീകരിച്ചിരുന്നു. അതേപോലെ തന്നെ അവർക്ക് നേർച്ചകൾ അർപ്പിച്ചിരുന്നു, അവരുടെ പേരിൽ അർത്തിയിരുന്നു. ഇതൊക്കെ ഇബാദത്തുകളാവുന്നു. വൈബിയെ നേരത്തേക്ക് നടത്തുന്ന ഈ കർമ്മങ്ങളൊക്കെ തന്നെ നമസ്കാരമായിട്ട് നോമ്പാട്ടൊക്കെ ഇബാദത്താണ്. അതേപോലെ ഇബാദത്താകുന്നു പ്രാർത്ഥനകളും. പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പരം നമ്മൾ സഹായം ചോദിക്കുന്നത് നമ്മൾ പ്രാർത്ഥന എന്ന് പറയില്ല, പരസ്പര സഹായഭ്യർത്ഥന. അത് ഹലാലായ കാര്യങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു വന്നു. പക്ഷെ വൈബിയനത്ത് ആരോടോ നമ്മൾ പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ അള്ളാഹു നമ്മൾ കാണുന്നില്ല. ഇതേപോലെ ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് പ്രാർത്ഥനയാകും. പ്രാർത്ഥന അള്ളാഹുവിനാവുമ്പോൾ തൗഹീദായി. പ്രാർത്ഥന അള്ളാഹു ഒഴിയേർക്കാവുമ്പോൾ ശിർക്ക് വരും. ശിർക്കോടുകൂടി മരണപ്പെട്ടാൽ ആ പ്രവർത്തനത്തോട് ആ വിശ്വാസം മരണപ്പെട്ടാൽ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾക്ക് പരലോകത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. മരിച്ചു മണ്ണായാൽ എല്ലും മുള്ളുമായ പിന്നെന്തല്ല കഴിഞ്ഞു എന്നാണ് വിശ്വസിച്ചിരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമ്മളെന്ത് ചെയ്യുന്നു? പരലോകത്തിൽ വിശ്വസിക്കുന്നു. ഇഹലോകം താൽക്കാലിക ജീവിതമാകുന്നു, പരലോകം ശാശ്വതമാണ്, എന്നും നിലനിൽക്കുന്നതാണ്, അവിടെ മരണമില്ല. അപ്പം കാലാന്തരമായി കലാകാലം വിഭാഗം ആൾ സ്വർഗത്തിൽ, വിഭാഗം ആൾ നരകത്തിൽ. അപ്പം ആ കലാകാലം നരകത്തിലായ ഇട്ട് ശിക്ഷിക്കപ്പെടുന്ന ആ സമൂഹങ്ങളിൽ നമുക്ക് രക്ഷ വേണം. എന്ത് വേണം? തൗഹീദ് കൂടി മരിക്കണം. എന്താ തൗഹീദ്? ആരാധന മുഴുവൻ അല്ലാഹു അർപ്പിക്കുക, തൗഹീദ്. ആരാധനപ്പെട്ട എന്തെങ്കിലും ഒന്ന് സൃഷ്ടികൾ അർപ്പിച്ചാൽ ഷിർക്ക്. നേർച്ചകളോ അറിവുകളോ വൈബിയാൾക്ക് സഹായതേട്ടങ്ങളോ പ്രാർത്ഥനകളോ പാപമോചന തേട്ടങ്ങളോ ഒക്കെ തന്നെ വൈബിയ നിലക്ക് നടത്തുന്നതൊക്കെ തന്നെ ആരാധനകളാവുന്നു. ആ ആരാധന അള്ളാഹുവിനെ അർപ്പിക്കുക, തൗഹീദ്. തൗഹീദോട് മരിച്ചാൽ സ്വർഗം. ഇത്ര പാപം ചെയ്താലും ശരി അള്ളാഹു ഉദ്ദേശിച്ചവർക്കൊന്ന് പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ കുറച്ച് നാൾ നരകത്തിട്ട് അവസാനം ഇങ്ങനെ സുഖത്തിൽ കയറ്റും. എന്നാൽ തൗഹീദ് ഇല്ലാതെ ആരാധനപ്പെട്ട എന്തെങ്കിലും ഒന്ന് നേർച്ചകളോ അതേപോലെ തന്നെ പ്രാർത്ഥനകളോ പാപമോചന തേട്ടങ്ങളോ വൈബിയാനക്ക് സഹായപ്പെടുത്തങ്ങളോ അള്ളാഹു വീടർപ്പിച്ചാൽ ഷിർക്കോട് മരണപ്പെട്ടാൽ എത്ര അമൽ ചെയ്താലും ശരി, നിസ്കരിച്ചാലും ശരി, നോമ്പ് വെച്ചാലും ശരി, ഹജ്ജ് ചെയ്താലും ശരി, എന്ത് തന്നെ ചെയ്താലും ശരി ഒക്കെ ബാത്തിലായി പളയും പെട്രോളും തീ പിടിച്ച മാതിരി. ഷിർക്കോട് മരണപ്പെട്ടാൽ ഒരിക്കലും ഒരു അമലും ശേഷിക്കൂല.
അപ്പോൾ കലാന്തര നരകത്തിലായിരിക്കും. അത്രക്കും ഭയാനകരമായ ഒരു അപകടകരമായ ഒരു നഞ്ഞാണ് എന്ത് ഈ ശിർക്ക്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഷർറുൽ ഉമൂർ മുഹ്ദസാതുഹ, മതകാര്യങ്ങൾ വെച്ച് ഷർറായത് മുഹ്ദസാതുഹ നിർമ്മിച്ചതാക്കിയത്. അതൊന്നും റസൂൽ പഠിപ്പിച്ചെന്നില്ല. മറ്റുപോയ മഹാത്മാക്കളോട് നമുക്ക് സഹായം ചോദിക്കാനോ ഫാത്തായ പ്രവാചനോ പാപം തേടാനോ കാര്യങ്ങൾ വരും നേർച്ച ആക്കാനോ അത് അറുക്കാനോ അതൊന്നും റസൂലും പഠിപ്പിച്ചതില്ല. അത് പുതിയത് ജനങ്ങൾ പിന്നീട് ഉണ്ടാക്കിയതാണ്. സാഹിബിമാരുടെ കാലത്തുമില്ല, താബിയങ്ങളുടെ കാലത്തുമില്ല, ഇമാമിങ്ങളുടെ കാലത്തുമില്ല. പിന്നീട് ഉള്ള ആളുകൾ, വിവരമില്ലാത്ത ആളുകൾ എന്ത് ചെയ്തു, ദീനെന്താ മനസ്സിലാക്കാതെ ഒരു ഖുർആൻ ഹദീസ് പഠിച്ചറിയാതെ വഴിതെറ്റിയ ആളുകൾ പാരമ്പര്യമായി വാപ്പമാരും ചെയ്തു പോന്നിരുന്നു എന്നുള്ള നിലക്കാണ് ഇസ്ലാമിൽ കൊണ്ടുവന്നുള്ളത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബയിൽ പറയാറുള്ളത് വഷറുൽ ഉമൂർ, അത് കാരണം ഷർറായ കാര്യം പുതിയത് ഒപ്പിച്ചുണ്ടാക്കിയതാണ്. മരിച്ചൊരു സഹായഭ്യർത്ഥന, വഫാത്ത് അവറാജിനോ പാപ്പ തേട്ടം, അതേപോലെ തന്നെ ഉള്ള ആരാധനയൊക്കെ തന്നെ പുതിയ നിർമ്മിച്ചുണ്ടാക്കിയാണ്. അള്ളാഹുവിൽ മാത്രം ആരാധന അർപ്പിക്കുക, അതാണ് തൗഹീദ്. അത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ്, സാഹിബിനെ പഠിപ്പിച്ചു കൊടുത്തു. ഇനി സാഹിബത്തും ജീവിച്ച മാർഗം അതാണ് നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. മാ അന അലൈഹി ഹബി, ഞാൻ എൻ്റെ സാഹിബത്ത് ഏതോ മാർഗ്ഗം, ആ മാർഗം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത് നിസ്കാരത്തിന് മുമ്പ് ഹജ്ജ് കർമ്മങ്ങളൊക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത് അതേ രൂപത്തിൽ പാരമ്പര്യമായി ചെയ്തു വരുന്നു. മൗലൂദ്, റാത്തീബ്, അദ്ദാദ്, കുത്തുബേത്തുകൾ, ജാറത്തിൽ പോയി സങ്കടം പറയൽ, വഫാത്തയരോട് വിശ്വാസമോട് പാപം തേടൽ പോലെയുള്ള കാര്യങ്ങളൊന്നും എന്തല്ല അല്ലാഹു റസൂലും പഠിപ്പിച്ചെന്നല്ല. അതെന്താവുന്നു ഷർറുൽ ഉമൂർ, മതകാര്യങ്ങൾ എന്താണ് ഷർറാണ്, മുഹ്ദസാതുഹ പുതിയത് നിർമ്മിച്ചതായിരിക്കും. പിന്നെയുള്ള ആളുകൾ നിർമ്മിച്ചുണ്ടാക്കിയതാവുന്നു. ബിദഅത്താണ്, വലാലത്താണ്. ബിദഅത്തിൽ ചെയ്യുമ്പോൾ എന്തുണ്ട്, അത് ഹറാമായതുണ്ട്, ശിർക്ക് എത്തിപ്പെടുന്ന ഹറാമുകളുണ്ട്, അതേപോലെ തന്നെ ശിർക്കിൽ എത്തപ്പെടാത്തതുണ്ട്. ഏതായാലും ശരി, ബിദഅത്ത് ചെയ്താലും എന്തല്ല നമ്മൾ അമലുകളൊന്നും അല്ലാഹു തആല സ്വീകരിക്കൂല, ഏതുവരെ അത് ഉപേക്ഷിക്കുന്നവരെ. അപ്പോൾ ഈ ബിദഅത്തുകൾ ചെയ്യുന്ന മൗലൂദ്, റാത്തീബ്, ഹദ്ദാദ്, കുത്തുബേത്തുകൾ, നേർച്ചകളൊക്കെ നടത്തുന്നവരെന്താ ഉദ്ദേശിക്കുന്നത്, അത് നല്ല കാര്യമാണെന്ന് പറഞ്ഞാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ തൗബ ചെയ്യൂല, അസ്തഗ്ഫിറുല്ലാഹ് അറിയില്ല, നമ്മളെന്ത് തെറ്റും കൊണ്ട് ചെയ്താൽ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ അള്ളാഹ് പുറത്തു തരും. നേരം ഹറാമായ ഒരു കാര്യങ്ങളാണ് എന്ന ബോധത്തോടും എന്തും ചെയ്തു എന്നിരിക്കട്ടെ, അള്ളാഹുവിനോട് നമുക്ക് കേസ് മടങ്ങിയാൽ അള്ളാഹ് പുറത്തു തരും. റമളാൻ മാസം പ്രത്യേകം, റമളാൻ മാസം വന്നിട്ടും പൊറുക്കൽ തേടിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണെന്ന് ചോദിക്കേണ്ടത്. അള്ളാഹു തആല ധാരാളമായി പാപം പുറത്തു തരുന്ന കരിച്ചു കളയുന്ന മാസമാണ് റമളാൻ മാസം. അള്ളാഹുവിനോട് പാപവും തേടിയാൽ എന്ത് ചെയ്യുന്നു, അള്ളാഹ് പുറത്തു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയാലോ ശിർക്കിൽ അകപ്പെടുകയും ചെയ്യും. അത് റസൂൽ പഠിപ്പിച്ചാത്ത കാര്യമാണ്, അത് പുതിയ നിർമ്മിച്ചുണ്ടാക്കിയ കാര്യമാണ്. മാത്രമല്ല നമ്മൾ അമലുകളൊന്നും തന്നെ അത് ഉപേക്ഷിക്കാത്ത കാലത്തോളം അത് സ്വീകരിക്കൂല. സഹീഹ് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇതാ അഷ്കലൈക്കും ഫഖീഹ്, സംശയാസ്പദമായ കാര്യം പറഞ്ഞാൽ നിർത്തുക, നമ്മൾ ചെയ്യാൻ പാടില്ല. ഹത്തായി വയ്യിനുഹു, അത് വ്യക്തമായി മനസ്സിലാകുന്നവരെ ഖുർആൻ ഹദീസും നമുക്ക് വ്യക്തമാക്കി പൂർത്തിയാക്കി തന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർ വഫാത്തായിട്ടുള്ളത്. അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ഫർളും സുന്നത്തുമായ എല്ലാ അമലുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാതെ വിട്ടുകളഞ്ഞ എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനെന്ത് വേണ്ട, അതിലൊന്നും കൂട്ടിച്ചേർക്കണ്ട, ഒന്നും വെട്ടിച്ചുരുക്കും വേണ്ട. അങ്ങനെ കൂട്ടിച്ചേർത്ത് വെട്ടിച്ചുരുക്കിയവരാണ് ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല അവർ കോപിച്ചു. വൈരും മൗദൂബിയും നമ്മൾ ഓടാറുണ്ടല്ലോ, കോപ്പിക്കൊണ്ട പാതയിലല്ല, അത് ഏത് ക്രിസ്ത്യാനികളുടെ പാത. ഇന്ത്യയെ കോപ്പിച്ചത് ഇല്ലാത്ത പല കാര്യങ്ങളും അത് കൂട്ടിച്ചേർത്തു, ഉള്ള കാര്യം വെട്ടിച്ചുരുക്കി. അപ്പം നമ്മളങ്ങനെ ചെയ്തുകൂടാ. അങ്ങനെ ദീനില്ലാത്തൊരു കാര്യം സാഹിബന്മാർ നിമ്മി സാഹിബത്തും പഠിപ്പിച്ചാത്ത കാര്യം നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവനുകളൊന്നും അള്ളാഹു സ്വീകരിക്കൂല, അത് ഉപേക്ഷിക്കുന്നവരെ. അപ്പോൾ അത് മൗലൂദ്, റാത്തീബും ഹദ്ദാദും കുത്തുബയും നേർച്ചകളൊന്നും ജനങ്ങൾ ഉപേക്ഷിക്കൂല. ഇബ്ലീസ് വേറെ കൊണ്ടും ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും, ശൈത്താന്മാർ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. കാരണം എന്താ, നല്ല നിലക്കാണല്ല ചെയ്യിപ്പിച്ചുകൊണ്ട്, അത് ഒരിക്കലും വിടൂല. വിടാതെ ഇരിക്കുമ്പോഴോ അമലൊന്നും സ്വീകരിക്കൂല, അത് ഉപേക്ഷിക്കുന്നവരെ. അപ്പം അങ്ങനത്തെ വലിയൊരു അപകടം അതിൻ്റെ പിന്നിലുണ്ട്. നേരെ തെറ്റായൊരു കാര്യം, ഹറാമായൊരു കാര്യം ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, ആ തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. പൊതുവെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, ലഹരി പദാർത്ഥം ഉപയോഗിക്കുക തെറ്റാണ്, ഹറാമാണ്. ഇന്ന് എല്ലാവർക്കും മുസ്ലിമൊക്കെ അറിയാം. അത് നിർത്തിയതിൻ്റെ ശേഷം അസ്തഗ്ഫിറുല്ലാഹ് എന്ത് ചെയ്യുന്നു, പാപവും തേടും. മൗലൂദ്, റാത്തീബ്, ഹദ്ദാദ്, കുത്തുബേത്തുകൾ അത് ബിദ്അത്താണ് മനസ്സിലാകുന്നവരെ നിർത്തൂല. അതും നാം മനസ്സിലാക്കേണ്ടത്
അള്ളാഹു താല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചത് ദീൻ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ആ പഠിപ്പിച്ചു തന്ന ദീന് ഇതിലെന്തില്ല, ഈ ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജന്മദിന ആഘോഷം, മൗലൂദ്, റാത്തീബ്, ഹദ്ദ, കുത്തുബേരി, മരിച്ചവരുടെ സഹായം തേട്ടം, വഫാത്തായ പ്രവാചകൻ പാപമോഹൻ തേട്ടങ്ങളൊന്നുമില്ല. അതൊക്കെ പുതിയ നിർമ്മിച്ചുണ്ടാക്കിയതൊന്നും ഷർറൂറാണ്, മതകാര്യവും ഷർറായ കാര്യങ്ങൾ അത് ഉപേക്ഷിക്കണം. അതാണ് ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ റമദാൻ മാസത്തിൽ നമ്മൾ മറ്റൊന്ന് കാര്യം മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ. കഴിയുന്നത്ര അത്രത്തോട് വായിച്ച് പഠിക്കണം. അപ്പം ഞങ്ങളോട് പറഞ്ഞു വന്നത് എന്താവുന്നു അക്കാര്യം ആയത്തിലേക്ക് ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു. നിശ്ചയമായും നാം താങ്കളിലേക്ക് ഈ ഉത്ബോധനത്തെ പരിശുദ്ധ ഖുർആൻ ആഗ്രഹിച്ചു. എന്തിനു വേണ്ടി? ലിതുബയ്യിനാസ്, ആരോട് പറയുന്നത്? നബിയോട്. ലിതുബയ്യിനാസ്, ജനങ്ങൾക്ക് വിശീരിച്ചു കൊടുക്കുവാൻ വേണ്ടി, മാനുസ്സിലിഹിം, അവർക്ക് അവതരിപ്പിക്കപ്പെട്ടത്. അല്ലഹും യതഫക്കറൂൻ, അവർ ബുദ്ധി കൊടുത്ത് ഉറ്റാലോചിക്കാമല്ലോ. ജനങ്ങൾക്ക് ഉറ്റാലോചിക്കാൻ വേണ്ടി, ജനങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി ഖുർആൻ അവതരിപ്പിച്ചു. അത് വിശീലനം ആര് നൽകി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വിശീലിച്ചെടുത്തിട്ടുള്ളത്, ആ വിശീലം നമ്മൾ നിൽക്കണം. അല്ലാത്ത വിശീലങ്ങളിൽ ആ കിതാബിൽ അങ്ങനെ എഴുതി, ആ മഹാൻ ഇങ്ങനെ പറഞ്ഞു, ആ സഹാബി ഇങ്ങനെ പറഞ്ഞു, ഈ സഹാബി ഇങ്ങനെ പറഞ്ഞു, ഒന്നും സ്വീകരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻബലമുള്ള വല്ല ഹദീസുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വീകരിക്കാവൂ. ഇല്ലെങ്കിൽ ഏത് മഹാന്റെ ഏത് അറബിയിൽ വിധിച്ച തഫ്സീറും നമുക്ക് എന്ത് ചെയ്യാനില്ല, പിൻബലമില്ലേ, തള്ളിക്കളയണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്. അതിനാണ് വിശുദ്ധ ഖുർആൻ ഓതി കൽപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഓതി വെച്ച ഒരായത്തിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ ഞാൻ പ്രധാനമായും ക്ഷണിക്കുന്നത്. വളരെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാകുന്നു സൂറത്ത് ആൽ ഇമ്രാൻ. സൂറത്ത് ആലി ഇമ്രാൻ പല അധ്യായങ്ങളും വിശുദ്ധ ഖുർആനിലുണ്ട്. ഒന്നാമത്തത്, രണ്ടാമത് കഴിഞ്ഞ് മൂന്നാമത്തത് ഒരു പ്രധാനപ്പെട്ട നമ്മളെല്ലാവരും അറിയപ്പെടുന്ന ഒരു അധ്യായമാണ് എന്ത്? ആലി ഇമ്രാൻ. അപ്പോൾ അതിൽ 7-ാമത്തെ ആയത്തിൻ്റെ തുടക്കമാണ് ഞാൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതൊന്ന് കേൾക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ, ഹുവ അവൻ, അല്ലാഹു, അല്ലദീ യാതൊരുവനാവുന്നു, അൻസല അവതരിപ്പിച്ചു, അലൈക്ക താങ്കളുടെ പേര്, അൽ കിതാബ വേദഗ്രന്ഥം, പരിശുദ്ധ ഖുർആനോ ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു. മിൻഹു ആയാത്തും മുഹ്കമാത്തും, അതിൽ എന്തുണ്ട്? ആയാത്തും മുഹ്കം ആയ ആയത്തുകളുണ്ട്, അതായത് ദൃഢപ്രധാനമായ ആയത്തുകളുണ്ട്. ഹുന്ന ഉമ്മുൽ കിതാബ്, അതാവുന്നു ഗ്രന്ഥത്തിൻ്റെ ഉമ്മ, തള്ള, കേന്ദ്രം, മർമ്മപ്രധാനമായ ഭാഗം. ഒഹ്റു മുത്ശാബിഹാത്ത്, മറ്റൊന്ന് മുത്ശാബിഹ ആയത്തുകളാണ്, അതായത് പരസ്പര സാദൃശ്യമുള്ള ആയത്തുകളാണ്. വ്യക്തമായി നമുക്ക് തഫ്സീർ, തവീൽ, വ്യാകരണം, അതിൻ്റെ വ്യാഖ്യാനം അറിയാത്ത, പഠിപ്പിച്ചു തരാത്ത ആയത്തുകൾ. ഇതുമാതിരി അൽഫ് ലാം മീം, അതിൻ്റെ തഫ്സീർ എന്ത് ചെയ്തില്ല, വ്യാഖ്യാനം അള്ളാഹു റസൂലോ നമുക്ക് പഠിപ്പിച്ചതില്ല. അപ്പോൾ അത് മുത്ശാബിഹായ ആയത്താണ്. അതിൻ്റെ പിന്നാലെ എന്ത് ചെയ്യാൻ പോകാൻ പാടില്ല. പല മഹാന്മാരും പല ഗ്രന്ഥങ്ങൾ ധാരാളം എഴുതിയിട്ടുണ്ട് ഇതേപോലെ ഒറ്റപ്പെട്ട അക്ഷരങ്ങൾക്ക് വേണ്ടിയിട്ട്. ധാരാളം ഒറ്റപ്പെട്ട അക്ഷരങ്ങൾ വേറെയും ഖുർആനിലുണ്ടല്ലോ. സൂറത്തിൻ്റെ ആരംഭത്തിൽ ആഫ്, തോഹ, ഇതേപോലെ അതൊക്കെ മുത്ശാബിഹത്തെ ആയത്തുകളാണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല. അള്ളാഹു റസൂല് നമുക്ക് പഠിപ്പിച്ചതിൻ്റെയാണ് വ്യാഖ്യാനം. ഇതേപോലെ വേറെയും ധാരാളം ആയത്തുകൾ ഉണ്ട് ഖുർആനിൽ. അതൊക്കെ മുത്ശാബിഹ ആയത്തുകളാണ്, പരസ്പര സാദൃശ്യമുള്ള ആയത്തുകളാണ്. അള്ളാഹു റസൂലോ നമുക്ക് വ്യാഖ്യാനം പഠിപ്പിച്ചു തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. നമ്മളെ വകമായിട്ട് ആ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞു, ഈ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനം എഴുതി അതിന് പിന്നാലെ പോയാൽ ജനങ്ങൾ വഹിച്ചു പോകും. എന്തുകൊണ്ടാണ് മനുഷ്യരിപ്പോൾ ഒറ്റ സമുദായമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെന്ത് ഇവിടെ പല സംഘങ്ങളായി പിരിഞ്ഞത്? ഈ അള്ളയും റസൂലും പഠിപ്പിക്കാത്ത വ്യാഖ്യാനത്തിന് പിന്നാലെ പോയതാണ് എനിക്ക് കാരണം. സമസ്തക്കാർ ആദ്യം പോയി. ഇന്ത്യ ഖുർആനും ഹദീസും അനുസരിച്ചാണ് നമ്മൾ വിധി പറയേണ്ടത് എന്ന് ഐക്യസംഘം പ്രഖ്യാപിച്ചോള്, കേരള ജുമുഅത്തുൽ പ്രഖ്യാപിച്ചോള്. മൗലൂദ്, റാത്തീബ്, ഹദ്ദാദ്, കുത്തുബയ്ത്തുകൾ, മരിച്ചവളുടെ ഓത്ത്, പിന്നെ ഖബറിങ്ങൾ പോയുള്ള ദ്വാരിപ്പിക്കൽ, ആണ്ട് കഴിച്ചൽ, 2, 3, 7 ഈ വക ശാപ്പാടിൻ്റെ പ്രോഗ്രാമുകളൊക്കെ തന്നെ, നേർച്ചകൾ ഒന്നും തന്നെ നടത്താൻ പാടില്ല. അത് മതകാലിപ്പിച്ച് ഇല്ലാത്ത കാര്യമാണ്. മാ അനാലി സാബി,
ഞാൻ എൻ്റെ സാബത്ത് ചെയ്ത ഒരു മാർഗത്തിലൂടെ ആ മാർഗം പൂർവ്വ സമൂഹം 72 പിരിഞ്ഞു, എൻ്റെ സമൂഹം 73 പിരിക്കും നബി പറഞ്ഞു. അതിൽ ഒന്ന് മുഴുവൻ നരകത്തിലാണ് ഇല്ലാ മില്ലത്ത് വാഹിദ, ഒരു വിഭാഗക്കാരൊഴികെ. അവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു മാ അന അസാബി, ഞാൻ എൻ്റെ സാബത്ത് ചെയ്ത ഒരു മാർഗം ആ മാർഗത്തിലുള്ളവരായിരിക്കും സ്വർഗത്തിലുള്ളവർ. ഇപ്പൊ ഖുർആനും ഹദീസും പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അതിൻ്റെ തഫ്സീറായി നബി പഠിപ്പിച്ചു വന്നു. നബി പഠിപ്പിച്ച കർമ്മങ്ങൾ ഒക്കെ ദാലിക അപ്രകാരം ജാലിനാക്കും നാം നിങ്ങളാക്കിയിരിക്കുന്നു. അത് സാഹിബേരുമായിട്ട് അല്ലാഹു തആല ഉമ്മത്തുൽ വസത, ഒരു ഉത്തമ സമുദായം അല്ലെങ്കിൽ മധ്യമ സമുദായം ആക്കിയിരിക്കുന്നു. ആർക്കിടയിൽ നബി ഇടയിൽ മുമ്പിൽ സാഹിബേര്യന്മാർ, സാഹിബേര്യന്മാർക്ക് ശേഷം താബീങ്ങൾ, അവർക്ക് ശേഷം താബീങ്ങൾ. അപ്പം നബിക്കും താബീങ്ങളുടെ ഇടയിൽ ആരായിരിക്കും സാഹിബിമാർ ആക്കിയിരിക്കും. കദാലിക അപ്രകാരം ജാലിനാക്കും നിങ്ങൾ നമുക്കിരിക്കും ഉമ്മത്തുൽ വസത, ഉത്തമ സമുദായം അല്ലെങ്കിൽ മധ്യമ സമുദായമായിരിക്കും ആക്കിയിരിക്കും. ലിതകൂനു ശുഹദാ അന്നാസ്, നിങ്ങൾ ജനങ്ങൾ സാക്ഷികളാകുവാൻ വേണ്ടി. വൈക്കൂർ റസൂലായിരിക്കും ചെയ്ത റസൂൽ നിങ്ങൾക്ക് സാക്ഷിയായിരിക്കും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ഓരോ കർമ്മങ്ങളും സാഹിബിന് പഠിപ്പിച്ചു കൊടുത്തു. സാഹിബിമാരെന്ത് ചെയ്തു? ജീവിതത്തിൽ ബാധ്യമാക്കി. അങ്ങനെ നബി സാഹിബ് ചോദിച്ച മാർഗം അതെന്ത് ചെയ്തു? നമുക്ക് വിട്ടേച്ചു പോയിരിക്കുന്നത്. അതാണ് നമുക്ക് മാതൃക. അതാണ് മാ ആന അലൈഹി വസഹബി, ഞാൻ എൻ്റെ സാബത്ത് ചെയ്ത ഒരു മാർഗത്തിലും ആ മാർഗം. അതാണ് അഹ്ലുസുന്നത്ത് ജമാഅത്ത്. തൊള്ളോട് വെറുതെ അഹ്ലുസുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാണ്ട് മൗലൂദ് നബി സാഹിബ് പഠിപ്പിക്കാതെ മൗലൂദ് റാത്തീബ് ഹദ്ദാദ് മുത്തവീത്ത് ഒക്കെ കഴിച്ചാൽ എന്താവില്ല, യഥാർത്ഥ അഹ്ലുസുന്നത്ത് ജമാഅത്ത് ആവില്ല. നബി സാഹിബും പഠിപ്പിക്കാത്ത കാര്യങ്ങളാണത്. നബി സാഹിബ് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം? ഹദീസുകൾ പരിശോധിക്കണം. ഒരു ഹദീസ് പോലും ലൈഫാണോ എന്ന് നമ്മൾ പരിശോധിക്കുന്നില്ലേ? എന്നപോലെ തന്നെ മൗലൂദിനും അദ്ദാബിനും ദിവ്യത്തും ഇതൊക്കെ പഠിപ്പിക്കാൻ റസൂലുള്ളാഹി പാപം തേടാനും നേർച്ചകൾ അർപ്പിക്കാനും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അതൊക്കെ ജാഹിലിയ സമ്പ്രദായമാകുന്നു. സ്വലാഹിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. മക്കയിൽ മുശ്രിക്കുകൾ അങ്ങനെ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് മുശ്രിക്കുകൾ അവിടെ ആയത്. അതുകൊണ്ട് അക്കാര്യം നമുക്ക് ആവർത്തിച്ചുകൂടാ. അപ്പൊ അതിലേക്ക് എങ്ങനെ എത്തിപ്പെടുന്നത്? ഈ മുത്തശാബിഹായ ആയത്തുകൾ ആയത്ത് ഓതും, എന്ത് ചെയ്യുന്നു? അത് റസൂൽ പഠിപ്പിക്കാത്ത വ്യാഖ്യാനത്തിലേക്ക് പോകും. അതേപോലെ തന്നെ ഓരോ അന്നഹും എന്ന ആയത്ത് ഓതും. ഇന്നെന്ത് ചെയ്യുന്നു? നബിയുടെ പാപം നേടാൻ വേണ്ടിയിട്ട് അർത്ഥവ്യാഖ്യാനം നടത്തും. പിന്നീട് മറ്റു ചിലർ ചില ആയത്തുകൾ ഓതും. എന്നിട്ട് ഇതെന്താവുന്നു? വസീല ശിർക്കാണ്, ശിർക്ക് ആവില്ല, വസീല ശിർക്കാവും, ജിന്നുകൾ സഹായം ചോദിക്കുന്നത് എന്നിങ്ങനെ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചൊന്നുണ്ടോ? അല്ല ഹദീസ് പറഞ്ഞിരുന്നുണ്ടോ? ഇല്ല, ഇതൊന്നുമില്ല. ഖുർആൻ മാത്രം എന്ത് ചെയ്യുന്നു? അവരിഷ്ടത്തിന് ദുർവ്യാഖ്യാനം നടത്തുക. എന്നിട്ടോ പിന്നെ യാതൊരു ഹദീസ് മാറ്റി നിർത്തുക. ഒരു ഹദീസില്ല. ആ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞു, ഈ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയാണ്ട് വല്ലവരുടെ പേരിലും പറഞ്ഞതാണോ ഇല്ലാത്തതാണോ വെച്ച് കേട്ട ഒരു സനതുമില്ല. ഹദീസുകൾ പോലും സനത് പരിശോധിച്ചിട്ടാണ്, വിശ്വാസം പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ പോലും ഹദീസ് പരിശോധിച്ചിട്ടാണ്, സനത് പരിശോധിച്ചാണ് സ്വീകരിക്കാറുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള ബാറവലകൾ ആരും പരിശോധിക്കാറില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നു? ജനങ്ങൾ വഴിതെറ്റിപ്പോകുന്നു. അക്കാര്യം ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിങ്ങനെ എന്ത് ചെയ്തുകൂടാ? അള്ളയും റസൂലും പഠിപ്പിച്ചെന്ന വ്യാഖ്യാനമാണോ, സഹീ ഹദീസുകൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഇത്തരമുള്ള അള്ളയും റസൂൽ പഠിപ്പിക്കാത്ത ബിദഅത്തുകളാണ് എന്ന് പറയുന്ന മൗലൂദ് റാത്തീബ് ഹദ്ദാദ് കുത്തയ്യത്തുകൾ, അതേപോലെ ഷെഹർ ബാധിക്കുക ഇല്ലേ ചർച്ചകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നോ ഇല്ലേ, സാഹിബിമാരെ ചെയ്തിരുന്നോ ഇല്ലേ, ജിന്നുകളുടെ സഹായം ചോദിക്കുക വസീല ശിർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നിട്ടില്ലേ, ഹദീസുകൾ കൊണ്ടുകൂടി എന്ത് ചെയ്യണം? നാം തെളിയിക്കപ്പെടണം. എന്നല്ലാതെ ആ ഹദീസുകൾ മാറ്റി നിർത്തിക്കൊണ്ട് ഖുർആൻ മാത്രം ഓതി കേൾപ്പിച്ചുകൊണ്ട് സ്വന്തമായി വ്യാഖ്യാനം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ വല്ലവരും നൽകി വ്യാഖ്യാനം നമ്മൾ സ്വീകരിച്ചാൽ വഴിതെറ്റിപ്പോകും എന്നുള്ള കാര്യമാണ് മുഖ്യമായി നമ്മൾ ശരീരപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവൻ അള്ളാഹു അല്ലതി യാതൊരുവനാണോ അൻസലാലിക്ക് കിതാബ, പ്രവാചകരെ താങ്കൾ പേരിൽ വേദഗ്രന്ഥം ഈ വേദങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു, പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നു. മിൻഹു അതിലുണ്ട് ആയാത്ത് മുഹക്കമാത്ത്, മുഹക്കമായ ആയത്തുകളുണ്ട്, അതായത് ദൃഢപ്രധാനമായ ആയത്തുകളുണ്ട്. ഹുന്ന ഉമ്മുൽ കിതാബ്, അതാണ് ഈ കിതാബിൻ്റെ വേദഗ്രന്ഥത്തിൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ മർമ്മപ്രധാന ഭാഗം. ഉമ്മ തള്ള കേന്ദ്രം ദൃഢപ്രധാനമായ ഭാഗങ്ങൾ എന്താവുന്നു? അതാവുന്നു ഉമ്മുൽ കിതാബ്. ഒഹ്റു മുഷാബിഹാത്ത്, മറ്റൊന്നുള്ള മുഷാബിഹാത്ത് ആവുന്നു, പരസ്പര സാദൃശ്യമുള്ള ഉള്ളവ. ഉദാഹരണം ഞാൻ പറഞ്ഞു, അലിഫ് ലാം മീം ഖാഫ് തോഹ പോലുള്ള അതേപോലെ അല്ലാത്തതുമായ ധാരാളം ആയത്തുകൾ, മുഷാബിഹായ ആയത്തുകളുണ്ട്. അങ്ങനെ രണ്ട് വിധത്തിലുള്ള ആയത്തിൽ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഇനിയാണ് കാര്യത്തിലേക്ക് പോകുന്നത്. അമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ, യാതൊരുവന്റെ കാര്യത്തിൽ വക്രതയുണ്ടോ, അതായത് അർത്ഥവ്യാഖ്യാനം നടത്തുവാൻ വ്യാഖ്യാനത്തിലൂടെ വഴി തെറ്റിച്ചു പോകുന്ന ആളുകൾ,
ആയത്തുകൾ ഓതിക്കൊണ്ട് വഴിതെറ്റിച്ച് പോകേണ്ട ആൾക്കാരുണ്ട്. അവർ ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നു? അള്ളാഹും റസൂലും പഠിപ്പിക്കാതെ വ്യാഖ്യാനം പറയാം, ഹദീസുകൾ പാരായണം ചെയ്യാതെ സ്വന്തമായി വ്യാഖ്യാനം നടത്തുക, ഏതെങ്കിലും പണ്ഡിതന്മാർ അറബി എഴുതിച്ച് വ്യാഖ്യാനം പറയുക. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു? ഹദീസ് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ആ ഹദീസ് മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? വ്യാഖ്യാനം നടത്തുന്നവർ സംബന്ധിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അവരാണ് ഹൃദയ രോഗമുള്ളവർ. അമ്മല്ലീൻ ഫീ ഖുലൂബിഹിം സൈഗുൻ, ഹൃദയത്തിൽ വക്രതയുള്ളവർ, സത്യത്തിൽ നിന്ന് തെറ്റിച്ച് കളയാം ഉള്ളവര്, വക്രതയുള്ളവർ. ഫയത്തബിഊന, അവർ പിൻപറ്റുന്നു മാ തശാബഹു, അതെ പരസ്പര സാദൃശ്യമുള്ള തശാബിയായ ആയത്തുകളെ അവർ പിൻപറ്റുക. നേർക്ക് നേരെയുള്ള മുഹമ്മദ് ആയത്തുകളെ പിൻപറ്റൂല. കാരണം മുഹമ്മദ് ആയത്തുകൾക്ക് നബി സല്ലല്ലാഹു അള്ളാഹുവിൻ്റെ തഫ്സീർ നൽകിയിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഫ്സീർ നൽകിയിട്ടുണ്ട്. അത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല? ജനങ്ങളെ പറ്റിക്കാൻ പറ്റൂല. വക്രതയുള്ള ആളുകളെപ്പം എന്ത് ചെയ്യുന്നു? മുത്ശാബിഹായത്ത്, അള്ളാഹും റസൂലും വ്യക്തമായ വിഷയം നൽകാത്ത ആയത്തുകൾ എന്ത് ചെയ്യുന്നു? ഊതി കൽപ്പിച്ചുകൊണ്ട് അവർ പിൻപറ്റുന്നു. അമ്മല്ലീന, യാതൊരു കൂട്ടർ ഫീ ഖുലൂബിഹിം സൈഗുൻ, ഹൃദയത്തിൽ വക്രതയുള്ളവർ, ഫയത്തബിഊന, അത് പിൻപറ്റുന്നു മാ തശാബഹു, അതിൽ നിന്നുള്ള മുശാബിഹ ആയ ആയത്തുകളെ, പരസ്പര സാദൃശ്യമുള്ള ആയത്തുകൾ, മുഹ്കമായ ആയത്തുകളെ അല്ല അവർ പിൻപറ്റുന്നത്. അവരെന്തിനെ പിൻപറ്റുന്നത്? മുശാബിഹ ആയത്തുകൾ, പരസ്പര സാദൃശ്യമുള്ള വക്രതയുള്ളവർ, ഹൃദയത്തിൽ വക്രതയുള്ളവർ, ജനങ്ങളെ തെറ്റിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? വക്രതയുള്ള ആളുകൾ എന്ത് ഈ പിൻപറ്റുന്നത്, സ്വീകരിക്കുന്നത് എന്തായിരിക്കും? മുശാബിഹ ആയത്തുകളായിരിക്കും. ശരിക്കും മനസ്സിലാക്കാതെ ഞാൻ ആവർത്തി ചാർച്ച് പറയുന്നത്. അമ്മല്ലീന ഫീ ഖുലൂബിഹിം സൈഗുൻ, അപ്പോൾ ഹൃദയത്തിൽ വക്രതയുള്ളവർ, ഫയത്തബിഊന, അവർ പിൻപറ്റും മാ തശാബഹു, അതിൽ നിന്നും പരസ്പര സാദൃശ്യമുള്ള മുശാബിഹായ ആയത്തുകളെ പിൻപറ്റുന്നു. ഫിത്ന ഉദ്ദേശിച്ചുകൊണ്ട്, കുഴപ്പം ഉദ്ദേശിച്ചുകൊണ്ട്, അവൻ്റെ വ്യാഖ്യാനം ഉദ്ദേശിച്ചുകൊണ്ട്, കണ്ടാ വക്രമായ തെറ്റായ വ്യാഖ്യാനം ഉദ്ദേശിച്ചുകൊണ്ട്, ഇഷ്ടാനുസരണം വ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി. ഖുർആൻ പറഞ്ഞല്ലോ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി യഅ്കുലൂന അംവാലൻ നാസ്, ജനങ്ങളുടെ സമ്പത്ത് അന്യായത്തിനെയും യഥാർത്ഥമാർഗം തെറ്റിച്ചു കളയുന്നു. അങ്ങനെ ധാരാളം പണ്ഡിത പുരോഹിതന്മാർ വിശ്വാസ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പണ്ഡിത പുരോഹിതന്മാർ ഇനി ഉണ്ടാവും. അതാണ് എന്ത് ചെയ്യുന്നത്? മറ്റുപോയ മഹാന്മാരോട് സഹായം ചോദിക്കാൻ വേണ്ടി അവർ ഖുർആൻ ആയത്ത് ഓതുന്നു. വഫാത്തായ പ്രവാചകൻ പാപമോചനം നേടാൻ വേണ്ടി അവർ ഖുർആൻ ആയത്ത് ഓതുന്നു. ഇനി 27 അന്ന് കൊണ്ടുപോകും സലാത്ത് നഗറിലേക്ക്, നബിയേ ഞങ്ങളിത് വന്നിരിക്കുന്നു, പുറത്തു തന്നെ. പാപം പൊറുക്കുന്നതിനാണ് അള്ളാഹുവാണ്. ഖുർആൻ പറഞ്ഞു, ചോദിച്ചു, അമ്മ യഫ്റുദും ഇല്ലല്ലാ, അല്ലാഹ് അല്ലാതെ ആരാ പാപം മുറുക്കുക? വിശ്വാസ മറുപടി ഇത് പറഞ്ഞു, പന്നുലാഫും എല്ലാം തൻഷൻ, കാര്യം നീ എല്ലാ പാപം മുറുക്കൂല. അപ്പൊ പാപമോചനം ആരാധനയാവുന്നു, ആരാധനത്തിന് അള്ളാഹു വന്നു. അള്ളാഹുവിനെ അർപ്പിക്കേണ്ട ആരാധന വിശ്വാസമുക്കായും ശരി സീറ്റുകൾ അർപ്പിച്ചാൽ ശരിക്കും വരും. അതൊക്കെ മനസ്സിലാക്കി പണ്ഡിതന്മാർ എന്ത് ചെയ്യുന്നു? തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വല അന്നഹും എന്ന ആയത്ത് ഓതി നിർവ്യാഖ്യാനം നടത്തി ജനങ്ങളെ എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ വെച്ചിട്ട് നബിയെ തങ്ങളെ നബിക്കാണെങ്കിൽ തങ്ങളെ പറഞ്ഞ് ഞങ്ങൾ പാപികളാണ് പൂർത്തിരാൻ. നബിനോട് പാപം നേരം ഗോൾ എടുത്തേണ്ടാടുന്നത് പള്ളിയിൽ പോയി ഇത്തികാഫിരിക്കാൻ വേണ്ടി പറഞ്ഞ ദിവസമാണത്. അന്ന് പാടത്തുണ്ടെങ്കിൽ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? അർത്ഥവ്യാഖ്യാനം നൽകിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാപം പീഡിപ്പിക്കുന്നു, ശിർക്ക് ചെയ്യിപ്പിക്കുന്നു. നബിയൊക്കെ ആയാലും ശരി, ആരായാലും ശരി, ഒക്കെ അള്ളാഹ് സൃഷ്ടികളല്ലേ, അള്ളാഹ് വഴിയവിടെ ഒന്നുമില്ലല്ലോ. പിന്നെയല്ലേ ഇന്ന് മലക്കൾ സൃഷ്ടിച്ചു, ജിന്നുകൾ സൃഷ്ടിച്ചു, പിന്നെയുള്ള മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്നത് ആകാശഭൂമിനെ സൃഷ്ടിച്ച് ശേഷമല്ലേ. അപ്പൊ എല്ലാവരും സൃഷ്ടിച്ചത് ആരാണ്? അള്ളാഹു പോകുന്നു. ഇനി പ്രവാചകനായാലും ശരി, മലക്കുകളായാലും ശരി, അവർക്ക് ആർക്കും ചെയ്തുകൂടാ, ആരാധന അർപ്പിച്ചുകൂടാ, വൈബിയ സഹാബിരത്തങ്ങൾ നടത്തിക്കൂടാ. വൈബിയ സഹാബിരത്തിന് ആരാധനയാവുന്നു, ആരാധന അള്ളാഹു ആവുന്നു. പാപം തേടിക്കൂടാ, അത് ആരാധനയാവുന്നു. അള്ളാഹുവിനോട് പാപം തേടേണ്ടത്, അതാണ് അള്ളാഹുവിനും റസൂലും പഠിപ്പിച്ചത്. അതിൽ ഇല്ലാതെ ജനം തെറ്റിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയത് ഹൃദയത്തെ വക്രയുള്ളവർ എന്ത് ചെയ്യുന്നു? ഹദീസുകൾ ഓതാതെ എന്ത് ചെയ്യുന്നു? തെളിവ് പറയാതെ ഖുർആനിൽ നിന്നും വക്രതയുള്ളവർ അർത്ഥവ്യാഖ്യാനം നൽകുവാൻ വേണ്ടി, തെറ്റായ വ്യാഖ്യാനം നൽകുവാൻ വേണ്ടി മുത്തശാബിഹ ആയത്തുകളെ പിൻപറ്റുന്നു. അതാണ് പറഞ്ഞു വന്നത്. അമ്മലീൻ ഫീ ഖുലൂബിഹിം സൈഗുൻ, അപ്പോൾ ഹൃദയത്തിൽ വക്രതയുള്ളത് യത്തബിഊന പിൻപറ്റുന്നു മാ തശാബഹു, മുത്തശാബിഹായ ആയത്തുകൾ, അതിൽ നിന്ന് മുത്തശാബിഹായ പരസ്പര സാദൃശ്യമുള്ള ആയത്തുകൾ, മുഹ്കമായ ആയത്തുകളല്ലാത്ത ദൃഢപ്രധാനമായ ആയത്തുകൾ മാറ്റി നിർത്തിക്കൊണ്ട് മുത്തശാബിഹായ ആയത്തുകൾ പിൻപറ്റുന്നു. അത് ഓതി എന്ത് ചെയ്യുന്നു? പിൻപറ്റാൻ അത് ഓതികാണ്ട് പ്രബോധനം ചെയ്യുന്നു. ഫിത്ന കുഴപ്പം ആഗ്രഹിച്ചുകൊണ്ട്, അതിൻ്റെ വ്യാഖ്യാനം ആഗ്രഹിച്ചുകൊണ്ട്. കാരണം അത് റസൂലും വ്യാഖ്യാനം പറഞ്ഞില്ല. അപ്പൊ അവർക്ക് ഇഷ്ടമായ വ്യാഖ്യാനം പറയാം. മരിച്ചോട് സഹായം ചോദിച്ചോളൂ, മരിച്ചോടും പാപ്പം വന്ന് തേടിക്കോളും. ജിന്നോട് സഹായം ചോദിക്കേണ്ടത് എന്താവുന്നു? അത് വസീലസിദ്ധിയൊക്കെ ആവുള്ളൂ, ആയത്തൂതാണ്. അതേപോലെ തന്നെ സിഹിർ ബാധിക്കൂല,
അങ്ങനെ ചർച്ച മുസ്ലിം കാലത്ത് ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ എന്ത് ചെയ്യുന്നു, യഥാർത്ഥ മാർഗം തെറ്റിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹൃദയത്തിൽ വക്രതയുള്ളത് നബി സാഹിബ് പഠിപ്പിച്ച് തരാത്ത വ്യാഖ്യാനം നൽകിക്കൊണ്ട്, സ്വന്തമായി വ്യാഖ്യാനം നൽകിക്കൊണ്ട് തെറ്റിച്ചു കളയുന്നു. തെവിയിൽ അതിൻ്റെ തെവിയിൽ വ്യാഖ്യാനം ആഗ്രഹിച്ചുകൊണ്ട്, തെറ്റായ വ്യാഖ്യാനം ആഗ്രഹിച്ചുകൊണ്ട്, മാനും തെവിയിൽ പോയില്ലല്ലോ, അതിന് തെവിയിൽ വ്യാഖ്യാനം അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ, വിശ്വാസ് പോലും പഠിപ്പിച്ചു കൊടുത്തില്ല. അതാണ് മാനും അറിയില്ല, തെവിയിൽ പോകും. ഈ ആയത്തുകളെ തെവിയിൽ വ്യാഖ്യാനം അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. മനസ്സിലാണ്ട? മാനും തെവിയിലും ഇല്ലല്ല. നമ്മൾ അവിടെ നിൽക്കണം. അള്ളാഹ്ക്ക് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിപ്പിച്ചു വരുമായിരുന്നു. അള്ളാഹു തആല പറഞ്ഞല്ലോ, ഈ ഖുർആൻ അവതരിപ്പിച്ച് എന്തിനു വേണ്ടിയിട്ടാണെന്നു? ഈ തുബിയൽ ഇന്നാസ്, നീ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അലിഫ് ലാം മീമിന്റെ അർത്ഥം അതേപോലത്തെ അതിന്റെ വ്യാഖ്യാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നില്ല. അപ്പൊ അള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തില്ല. കാരണം എന്താ? മാലിമ തെവീലുഹു ഇല്ലല്ലാഹ്, അള്ളാഹ്ക്ക് അറിയാതെ അതിന്റെ വ്യാഖ്യാനം അറിയില്ല, പഠിപ്പിച്ചു കൊടുത്തില്ല. പഠിപ്പിച്ചു കൊടുത്തല്ലേ നമുക്ക് അറിയുള്ളൂ. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ ആ കാര്യങ്ങളിൽ പിന്നാലെ കൂടിക്കൊണ്ടാണ് ജനങ്ങളെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താ വേണ്ടത്? എൽമിന് അടിയുറച്ചവർ എന്താ ചെയ്യുന്നത്? യഖൂലൂന, അവർ പറയും, ആമന്നാ ബിഹി, ഞങ്ങൾ അത് വിശ്വസിച്ചു, അള്ളാഹ് അവതരിപ്പിച്ച ഖുർആനാണത്, അത് ഓതിയാൽ കൂലി കിട്ടും. അൽഫ് ലാം ഓതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഫിന് ഓതിയ 10 കൂലി കിട്ടും, ലാമിന് ഓതിയ 10 കൂലി കിട്ടും, മീം ഓതിയ 10 കൂലി കിട്ടും. ഖുർആനാണത്. അള്ളാഹു നമുക്ക് അതിന്റെ അർത്ഥം അത് വ്യാഖ്യാനം പഠിപ്പിച്ചെന്നില്ല. അവിടെ നിൽക്കുക. അള്ളാഹു റസൂൽ പഠിപ്പിക്കാതെ അർത്ഥത്തിന് എന്റെ വ്യാഖ്യാനത്തിന് പിന്നാലെ പോകില്ല. ആമന്നാ ബിഹി, ഞങ്ങൾ അതിൽ വിശ്വസിച്ചു. കുല്ലു മിൻ ഇൻദി റബ്ബിനാ, എല്ലാം ഞങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ളതാവുന്നു, ഞങ്ങൾ വിശ്വസിച്ചു. ഇല്ല ഉലുൽ അൽബാബ്, സൽബുദ്ധിയുള്ളവരല്ലാതെ ആലോചിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശദീകരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു പ്രയാസകരമായി തോന്നും. ഇൻഷാ അല്ലാഹ് അത് വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുക. അത് നമ്മളെ ജനങ്ങളുടെ ഇടയിൽ വഴി തെറ്റിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം ദുശക്തികളുണ്ട്. ആ ദുശക്തികൾ എന്ത് ചെയ്യുന്നു? മുസാബിയായ ആയത്തുകൾ പിന്നാലെ പോയിങ്ങണ്ട് അള്ളാഹു റസൂൽ പഠിപ്പിക്കാത്ത എന്ത് ചെയ്യുന്നു, അറബിയിൽ ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ട്, കിതാബുകൾ വായിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വഴി തെറ്റിച്ചു കൊണ്ടിരിക്കുന്നത്. സൂക്ഷിക്കണം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യണം? നമ്മൾ അർത്ഥത്തോട് വായിച്ച് പഠിക്കണം. തഫ്സീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഹദീസാണ്. ഇതല്ലാത്ത മറ്റേ ഇൽമില്ല. അത് ഈ റമദാനിലെങ്കിലും നമ്മൾ പഠിക്കാൻ തുടങ്ങണം. സമസ്തക്കാരുടെ ഗ്രന്ഥങ്ങളുണ്ട്. ബുഖാരി, മുസ്ലിം പിന്നെ അർത്ഥത്തോടുകൂടി ഇത് എഴുതിയിട്ടുണ്ട്. അതേപോലെ തിരുവങ്ങാടി ഈ ഖാദിയായിരുന്ന നമ്മളെ മഖ്ദൂമി കുടുംബത്തിൽപ്പെട്ട ഒരു മഹാപണ്ഡിതന് ഖുർആൻ പരിഭാഷ എഴുതിയിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? സംസ്കാർ വാങ്ങുക. മുജാഹിദീങ്ങൾ അമാനിമൂല്യ തഫ്സീർ വാങ്ങുക. അതേപോലെ തന്നെ ബുഖാരി മുസ്ലിം ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പരിഭാഷകൾ കിട്ടും. അപ്പം അത് വാങ്ങിയിട്ട് പഠിക്കുക. എന്നിട്ട് ഖുർആൻ ഹദീസ് പഠിക്കുക. അൽമാനി മൗലവി തഫ്സീറിൻ്റെ തന്നെ ഹദീസുകൾ കൊടുത്തിട്ടുണ്ട്, തഫ്സീറായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ പദാപദമായ അർത്ഥം കൊടുത്തിട്ടുണ്ട്, വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. സ്വന്തം അഭിപ്രായം എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു അലം എഴുതിയിട്ടുമുണ്ട്. അല്ലാഹു അലം എഴുതിയത് വായിച്ചു നോക്കുന്നല്ലാതെ എന്ത് ചെയ്യരുത്? ഹദീസിന് പിൻബലങ്ങൾ മാത്രം സ്വീകരിക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ വഴി തെറ്റിപ്പോവും. നമ്മളെ അമൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? നമ്മൾ നാളെ പരലോകത്ത് രക്ഷ നൽകുള്ളൂ. ബാപ്പ, എമ്മ, മക്കള്, വാപ്പ ഒന്നും നല്ല പരലോകത്ത് നമുക്ക് ഗുണം ചെയ്യൂല. സൂറത്ത് അൽസായിൽ അക്കാര്യം പറയുന്നുണ്ട്. ഉമ്മ പറയും മക്കൾ നരകത്തിലാണ്, മക്കളും ഉമ്മാനും വാപ്പാൻ നരകത്തിലിടാൻ പറയും. എല്ലാ സ്വന്തക്കാർ ബന്ധക്കാരൊക്കെ കാണിക്കപ്പെടും. ആ നരകത്തേക്ക് എങ്ങാനും വിധിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് അവരൊക്കെ നരകത്തിൽ കേട്ടോ, എനിക്ക് രക്ഷ വേണം എന്ന് ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട് പറയും. പരസ്പരം അവിടെ കലഹിക്കുന്ന രംഗമാണ് ഖുർആൻ എടുത്തിരിക്കുന്നത്. നമ്മൾ അമലുകൾ കൊണ്ടല്ലാതെ നമുക്ക് അവിടെ രക്ഷയില്ല. നമ്മളെ സ്വാലിഹ് അമലുകൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അത് സഹായകനായ ഖബറിലും അതേപോലെ പരലോകത്ത് വന്നെത്തും നമ്മൾ സ്വാലിഹ് അമലുകൾ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ വായിച്ച് പഠിക്കാത്ത സ്വാലിഹ് അമലാണ്, ഫറളാണ്. ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ മുസ്ലിമ, എല്ലാ ആണുപെണ്ണിന് മേലും ഇൽമ് പഠിക്കുന്ന നിർബന്ധമാണ്. മരിക്കോളം നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ അർത്ഥത്തിൽ വായിച്ച് പഠിക്കണം. ഹദീസ് പഠിച്ചറിയണം. അതല്ലാതെ മറ്റു ഇൽമില്ല എന്ന് മനസ്സിലാക്കുക. മറ്റുള്ള കൊപ്പിൽ വായിക്കാവുന്ന ഗ്രന്ഥങ്ങളുണ്ട്, അതൊന്നും നമുക്ക് ഹെഡിങ് പോലും വായിക്കാൻ സഹായം കിട്ടൂല. ഇത് ഖുർആൻ അത്ര
തന്നെ വേറെ ഹദീസുകളും ഇത് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്, നമ്മൾ ശ്രമിച്ചാൽ സാധിക്കും. അതുകൊണ്ട് ഈ റമദാനിൽ നമ്മൾ ഓരോ ആയത്ത് ഓരോ ഹദീസിൽ പഠിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് ഞാൻ പ്രധാനം സൂക്ഷിക്കേണ്ടത്. കണ്ണ് തുറക്കണം, കണ്ണ് തുറന്ന് ചിന്തിക്കണം. ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നമ്മൾ അവസാനത്തെ 10ലേക്കാണ് പോകുന്നത്. കൂടുതൽ അമലുകൾ ചെയ്തുകൊണ്ട് മുന്നേറേണ്ടതുണ്ട്. അവസാനത്തെ 10 ആയി കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരമുറുക്കി എന്ത് ചെയ്യുന്നു, ഇബാദത്തിൽ നിന്ന് മുച്ചറ്റ് രാത്രി ഉറക്കമൊഴിച്ച് അതുകൊണ്ട് ഒരുങ്ങും, അവിടുത്തെ കുടുംബക്കാരൊക്കെ വിളിച്ചുണർത്തും, ഇബാദത്തിൽ പ്രേരിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി ധാരാളമായ അമലുകൾ ചെയ്യും. ഫർള അമലുകൾ, നമസ്കാരങ്ങൾ ജമാഅത്തായി തന്നെ പള്ളിയിൽ വെച്ച് നമസ്കരിക്കാൻ ഒരില്ലെങ്കിൽ നമസ്കരിക്കണം. അതേപോലെ നോമ്പ് നമ്മൾ വളരെ ന്യൂനതം കൂടാതെ തെറ്റുകുറ്റങ്ങൾ ചെയ്യാതെ കളവ് പറയാതെ ഹറാമായ പ്രവർത്തനങ്ങൾ ചെയ്യാതെ അതൊക്കെ നോമ്പിൽ മുറിച്ചു കളയും. ന്യൂനങ്ങളില്ലാതെ നോമ്പ് മുന്നോട്ട് കൊണ്ടുപോവുക. ഫർള സകാത്തുള്ളവർ കൊടുത്ത് തീർക്കുക. പിന്നെ ഹജ്ജ് റംസാൻ മാസത്തിൽ ഇല്ലല്ലോ, ദാനധർമ്മങ്ങൾ കുടുംബക്കാരുമായുള്ള കൂടുതൽ പ്രാധാന്യം നൽകുക, ദാനങ്ങൾ ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ. അതേപോലെ തന്നെ ഖുർആൻ അർത്ഥം വായിച്ച് പഠിക്കുക. ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞാൽ, ഇതൊക്കെ നിർബന്ധമായ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നിർബന്ധമാവുന്ന കാര്യം സംസ്കാരം കഴിഞ്ഞാൽ നമുക്ക് ആ ഖുർആൻ അർത്ഥത്തോട് വായിച്ച് പഠിക്കാൻ, അതിൻ്റെ വിശദീകരണമായ ഹദീസ് വായിച്ച് പഠിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ എന്ന് പഠിച്ചുള്ള പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല ചോദിക്കുകയുണ്ടായി, ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, പ്രവാചകരെ ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് മനസ്സിലാക്കാൻ ഞാൻ എന്താണ് ചൊല്ലേണ്ടത്? അപ്പോൾ നബി സ്വല്ലല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, ഇന്നക അഫ്വുൻ, നീ ധാരാളമായി വിട്ടുവീഴ്ച ചെയ്യുന്നവനാകുന്നു. അഫ്വ വിട്ടുവീഴ്ചയെ മാഫാക്കുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ചയെ നീ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുവിനോട് വിട്ടുവീഴ്ച ചോദിക്കണം. അള്ളാഹുവിനെ സന്മാർഗത്തിലാക്കണമേ, ഇതിനെ സ്വാതന്ത്ര്യം ചൊവ്വായ മാർഗ്ഗത്തിൽ നീ എന്നെ നയിക്കണമേ. അർത്ഥത്തോടു കൂടി ദുആകളൊക്കെ ചൊല്ലുക. ധാരാളം പാപവും നേടുക. കൂട്ടത്തിൽ ഇതും അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ അന്നി. അല്ലാഹുവേ, ഇന്നക അഫ്വുൻ, നീ ധാരാളമായി അഫ്വ് വിട്ടുവീഴ്ച ചെയ്യുന്നവൻ, പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് തുഹിബ്ബുൽ അഫ്വ, അടിയാന്മാർ അള്ളാഹിനോട് പാപം നേടിയാൽ അഫ്വ് വിട്ടുവീഴ്ച നീ ഇഷ്ടപ്പെടുന്നു, പൂർത്തിയാൻ ഇഷ്ടപ്പെടുന്നു. ഫഅഫു അന്നി, എനിക്ക് പൂർത്തിയാണമേ. അല്ലാഹു അല്ലാതെ ആരാ പാപം കൊടുക്കുക? അള്ളാഹു തന്നെയാണ് പാപം കൊടുക്കുന്നവൻ. എല്ലാ പാപങ്ങളും എന്ത് തന്നെ ചിന്തിച്ചു നോക്കി, എല്ലാ പാപങ്ങളും കേസ് മറി ഞാൻ നേരെ ചെയ്യൂല എന്ന് അള്ളാഹിനോട് കണ്ണിൽ കരഞ്ഞ് ഏകാന്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞില്ല. അള്ളാഹു തആല അഫ്റുദും ശിർക്കും വിദാത്തുകളും എന്തൊക്കെയോ ഏറ്റവും വലിയ പാപം ശിർക്കാണല്ലോ. അതുവരെ അള്ളാഹുത്തിന് പുറത്തു വരുമെങ്കിൽ അതിൽ താഴെ അക്ബർ ഏറ്റവും വലിയ പാപം ശിർക്ക്. ആരാധനക്കാരൻ അള്ളാഹുവിന് അർപ്പിക്കേണ്ട ആരാധനകൾ സൃഷ്ടികൾ അർപ്പിക്കുക, അതാണ് ഏറ്റവും വലിയ ശിർക്ക്. അള്ളാഹുവെ പൂർത്തിയാണമേ എന്ന് പറഞ്ഞ സാധനത്തിന് നബിയെ പൂർത്തിയാണമേ പറഞ്ഞാൽ ശിർക്കായി. കാരണം അത് പ്രാർത്ഥനയാണ്, വൈബേറ്റാണ് ചോദിക്കേണ്ടത്. മറിഞ്ഞ സാഹിബ്യത്തിന് അത് ആരാധനയാണ്. ദുആ ഇബാദ, ദുആ ആരാധനയാകുന്നു. ആരാധന അള്ളാഹു ആകുന്നു. അള്ളാഹുവിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അർപ്പിക്കേണ്ട ആരാധന സൃഷ്ടികൾ അർപ്പിച്ചാൽ നബി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ബിംബങ്ങളാവുന്നൊന്നും വേണ്ട. സൂര്യനായിക്കോട്ടെ, ചന്ദ്രനായിക്കോട്ടെ, ഒക്കെ അള്ളാഹിൻ്റെ സൃഷ്ടികളാണ്. മഹാന്മാരായിക്കോട്ടെ, ഒക്കെ അള്ളാഹിൻ്റെ സൃഷ്ടികളാണ്. അവർക്ക് അർപ്പിച്ചാൽ ശിർക്ക് വരും. അപ്പോൾ ഒന്നാമതായിട്ട് എന്ത് ചെയ്യുക? ആ ശിർക്ക് ഞാൻ ചെയ്യൂല എന്ന് നമ്മൾ മനസ്സിലോണ്ട് ഉറപ്പിച്ച് പഠിച്ചവനെ പൂർത്തിയാണേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, മനസ്സറിഞ്ഞു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് മറ്റാരുമില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുക. പ്രഖ്യാപിച്ചാൽ കഴിഞ്ഞു എല്ലാ പാപങ്ങളും ഞാൻ ചെയ്യൂല എന്നാൽ ശരിക്കും വിദാത്തുകളും എന്തൊക്കെയാ പാപങ്ങളും അതൊക്കെ അള്ളാഹു പൂർത്തിയിടും. ഇസ്ലാമിലേക്ക് പ്രവേശനം ആണ് അതെന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെയല്ലേ സ്വയം പ്രവാഹം തുടങ്ങിയത്. ശിർക്ക് ചെയ്യുന്ന ആളുകളോട്, തോന്നിവാസം ചെയ്യുന്ന ആളുകളോട് എന്തൊക്കെയാണ് അവർ ചെയ്തിരുന്നത് കഴിഞ്ഞ കാലഘട്ടത്തിൽ എണ്ണി പറയേണ്ടതില്ലല്ലോ. അവരോട് എന്ത് ചെയ്യുന്നത്? ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് പ്രഖ്യാപിച്ചാൽ, മനസ്സറിഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചാൽ നിങ്ങൾ വിജയം ഭരിക്കാം. അറബികൾക്ക് അതിൻ്റെ അർത്ഥം അറിയാമായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, പല ആളുകളും വിസമ്മതിച്ചു.
കാരണം പിന്നെ ലായിലാഹ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ ഇസ്ലാമായി നബി ഇസ്ലാമിന് ഇവിടെ ഇബ്രാഹിം നബി ഇസ്ലാമിനൊക്കെ പേരിൽ അറക്കാൻ പറ്റൂല, അടച്ചാക്കാൻ പറ്റൂല, സങ്കടം പറയാൻ പറ്റൂല, പാപം നേടാൻ പറ്റൂല, ഇടയാളന്മാരാക്കാൻ പറ്റൂല. ആർക്കറിയാം. അതുകൊണ്ട് എന്ത് ചെയ്തില്ല, അത് ആരാധനകളൊന്നും ആരാധന അള്ളാഹു എന്ന് പറഞ്ഞപ്പോൾ അവർ സ്വീകരിച്ചില്ല. കുറേശ്ശെ ആയിട്ട് എന്ത് ചെയ്തു, അള്ളാഹു തആല ഉദ്ദേശിക്കുന്ന സന്മാർഗത്തിലാക്കി. അപ്പം അക്കാര്യം ഓർക്കുക. അപ്പം നമ്മളെന്ത് ചെയ്യുക, മനസ്സറിഞ്ഞുകൊണ്ട് ഷഹാദത്ത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് റസൂലുള്ളാഹ് ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞു. അതോടുകൂടി നമ്മളെ പഴയ പോയ പാപങ്ങൾ പുറത്തു വന്നു. പിന്നീട് എന്ത് ചെയ്യുക, അത്തരത്തിലുള്ള ശിർക്കും ബിദ്അത്തും പുറത്തും പോകാതിരിക്കുക എന്നുള്ള വിഷയത്തിലേക്കാണ് ശ്രദ്ധ കൊണ്ടുവരുന്നത്. അല്ലാഹു തആല അങ്ങനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന, ഈ റമദാൻ മാസം വന്നിട്ടും പൊറുക്കം തേടി ശുദ്ധീകരിച്ചില്ലെങ്കിൽ ഇനി എന്നാന്ന് ചോദിച്ചു. ഇനി കാത്തിക്കാതെ തന്നെ ഈ റമദാൻ മാസത്തിൽ ധാരാളമായി പാപവും തേടിക്കൊണ്ട് നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് ഖുർആൻ വായിച്ച് പഠിച്ചുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട തൃപ്തിപ്പെട്ട അടിയാന്മാരുടെ കൂട്ടത്തിൽ ജീവിക്കണം. അള്ളാഹു തൗഫീഖ് മാറട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ ഖൈരി മാ സഅലക നബിയുക മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഊദു ബിക മിൻ ശർരി മാ ഇസ്തആദ മിൻ നബിയുക മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻതൽ മുസ്തആൻ വലൽ ബലാഗ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقيما مقاما. അള്ളാഹു ഈ പ്രയാസങ്ങൾ ഞെരുക്കണം ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ വീട്ടിലുള്ളവർക്കുണ്ട്, ആശുപത്രിയിലുള്ളവർക്കുണ്ട്, ഞങ്ങൾ ദുആ ചെയ്ത് വസിയത്ത് ചെയ്തവർക്കുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ലോകത്ത് ഈ തുറവി തരുന്നതോടുകൂടി പരലോകം തുറവി നൽകണമേ. ഇല്ലെങ്കിൽ ഞെരുക്കളിൽ നിന്നും കടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നൊക്കെ നീ ഞങ്ങൾ ശിവ നൽകണമേ. ഓഹ്യേ, ഞങ്ങൾ നിന്നോടല്ല മറ്റാരും ദുആ ചെയ്യുവാനില്ല, ഞങ്ങൾ ദുആ ചെയ്തിരിക്കണമേ. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. والسلام عليكم ورحمه الله.